ഇനി തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോഴും കേരള കോൺഗ്രസ് മാണി വിഭാഗം ഏത് മുന്നണിയിൽ നിൽക്കുമെന്നതിനെക്കുറിച്ച് വ്യക്തത വന്നിട്ടില്ല. ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് റോഷിയും ഒരു ഭാഗത്ത് മാണിയും, ഒരു ജോസ് കെ മാണി. പിളർപ്പാണോ അതോ ഒരു മുന്നണിയിൽ ഉറച്ചു നിൽക്കുമോ? പാർട്ടി കേരള കോൺഗ്രസ് ആയതുകൊണ്ട് മാണി സാറ് പണ്ട് പറഞ്ഞ ഒരു വാചകം, പിളരും തോറും വളരുകയും വളരും തോറും പിളരുകയും ചെയ്യുന്ന പാർട്ടി. അത് നർമ്മം കലർത്തിയാണ് പറഞ്ഞതെങ്കിലും അതിനകത്ത് കുറേ യാഥാർത്ഥ്യവും കൂടി ഉണ്ടായിരുന്നു. എത്ര കേരള കോൺഗ്രസ്സുകൾ ഇപ്പോൾ കേരളത്തിലുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായി എണ്ണം പറയാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ട്. ഇനി ഒരു കേരള കോൺഗ്രസ് കൂടെ പുതിയതായി ഈ തെരഞ്ഞെടുപ്പോടുകൂടി രൂപം കൊള്ളുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അത്ഭുതപ്പെടാനുമില്ല, സംഭവിക്കണമെന്നില്ല, സംഭവിച്ചാൽ അത്ഭുതപ്പെടാനുമില്ല. വിഷയം ജോസ് കെ മാണി എന്നുള്ള ഒരൊറ്റ വ്യക്തിയെ ചുറ്റിപ്പറ്റി ആണ് ആ പാർട്ടി നിൽക്കുന്നത്. മാണി സാറിന് കിട്ടിയ ഒരു അപ്രമാദിത്വമൊന്നും മാണി സാറിൻ്റെ മകൻ ജോസ് കെ മാണിക്ക് കിട്ടും എന്ന് കരുതാൻ വയ്യ. അത് മറ്റൊന്നും കണക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും, തുടർ പരാജയങ്ങളാണ് ആണ്. ഇപ്പോൾ LDFിൻ്റെ കൂടെ പോയാൽ സാധാരണഗതിയിൽ അല്പമെങ്കിലും ചിന്താശക്തിയുള്ള പാർട്ടികൾക്കറിയാം, LDFിൻ്റെ കൂടെ പോയാൽ ഭരണം അവർക്ക് കിട്ടുമ്പോൾ കൂടെ കിട്ടും, പക്ഷേ അഭിമാനം എന്ന് പറയുന്ന ഒരു സാധനം കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ UDFിനോടൊപ്പം നിൽക്കണം. അത് അഭിമാനം കിട്ടുമെന്ന് മാത്രമല്ല, സമ്മർദ്ദം ചെലുത്താനും കഴിയും. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ, കോൺഗ്രസ് അവരുടെ കൂടെയുള്ളവർക്ക് അവരുടെ സീറ്റും കൂടെയൊക്കെ വിട്ട് ഒക്കെ കൊടുക്കേണ്ടി വരും സഖ്യകക്ഷികൾ എന്നുള്ള നിലയിൽ. CPM തിരിച്ചാണ്, ഒരു കൂട്ടരെ ഇങ്ങോട്ട് എടുക്കും, ആ വരുന്ന കൂട്ടരെ പതുക്കെ പതുക്കെ അവരുടെ പാർട്ടിയിലാക്കി അതിനെ അങ്ങ് അലിയിച്ച് ഇല്ലാതാക്കും. പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാനെന്നുള്ള മട്ടിൽ പിന്നെ ആ പാർട്ടി കാണില്ല. അങ്ങനെ ആരെല്ലാം ഇപ്പോൾ അതിനകത്ത് നിൽപ്പുണ്ട്, എത്രയോ നാളുകൾ കൊണ്ട്. അന്തസ്സായിട്ട് വല്ല അംഗീകാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പണ്ടത്തെ ഈ വിവാഹം കഴിക്കില്ല സമ്മതമാകാം എന്ന് പറയുന്ന പോലെ ഉള്ള പരിപാടിയാണ് LDFിൻ്റെ കൂടെയുള്ള ചെറിയ ഘടകകക്ഷികൾക്ക്. വലിയ ഘടകകക്ഷികൾക്ക് ഇത്തിരി സ്ഥാനങ്ങളൊക്കെ കിട്ടും, പക്ഷേ ആ സ്ഥാനം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അത് മറ്റൊരു കാര്യം. ഇവിടെ രണ്ട് വ്യക്തികൾ തമ്മിൽ ഉള്ള ഒരു വിഷയമായിട്ട് ഇതിനെ കാണണ്ട. ഇപ്പം റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും തമ്മിലുള്ള വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് കരുതാൻ വയ്യ. റോഷിയുടെ നേതൃത്വത്തിൽ പാർട്ടി പിളരുമെന്ന ഒരു ധാരണ ജോസ് കെ മാണിക്കുള്ളതായി പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനുള്ള എല്ലാ സാധ്യതകളും ഉള്ളത് കൊണ്ടാണ്. അത് വെറും തോന്നലല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അതായത് ഒന്നടങ്കം കേരള കോൺഗ്രസ് മാണി വിഭാഗം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ജോസ് കെ മാണി വിഭാഗം UDFിൽ വരുമായിരുന്നു. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയതാണ്. പക്ഷേ അത് മനസ്സിലാക്കിയ ഗവൺമെൻറ് റോഷി അഗസ്റ്റിനെ കൃത്യമായി അവരുടെ ഭാഗത്ത് മുന്നണിയിൽ തന്നെ നിലനിർത്താൻ ഉള്ള ശ്രമങ്ങൾ നടത്തി. അതിലവർ വിജയിച്ചു. അപ്പോൾ ഈ വരുന്നെങ്കിൽ ഒരു ജോസ് കെ മാണി പറഞ്ഞൊരു വാചകം പ്രസക്തമാണ്, ഞങ്ങൾ ഏതെങ്കിലും മുന്നണി മാറുന്നെങ്കിൽ ഞങ്ങൾ മൊത്തം പേരും മാറും. അതിൻ്റെ അർത്ഥം മറ്റൊരർത്ഥമുണ്ട്. ഈ റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ ഞങ്ങൾ കോൺഗ്രസിൻ്റെ മുന്നണിയിൽ പോകുമെന്നുകൊണ്ട് ഞങ്ങൾ ആരും പോകുന്നില്ല എന്നും അർത്ഥമുണ്ട്. പോകുന്നെങ്കിൽ ഒന്നിച്ചു പോകും, ഇല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കും. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം UDFിലേക്ക് വന്നാൽ അദ്ദേഹത്തെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതിന് പിന്നിൽ ഈ പ്രശ്നം മാത്രമാണോ? മറ്റൊരു പ്രശ്നം UDFിനുള്ളിലുണ്ടല്ലോ. ഈ ജോസഫ് വിഭാഗം ഈ വലിയ രീതിയിൽ തങ്ങൾക്ക് പരിഗണന നൽകില്ല, ആ UDFിനുള്ളിൽ പോയാൽ ഒരു രണ്ടാം കട പൗരന്മാരായി ഒതുങ്ങിക്കൂടുമെന്നൊരു ചിന്താഗതി പല കേരള കോൺഗ്രസിൻ്റെ മാണി വിഭാഗത്തിനും ഉണ്ടല്ലോ. അല്ല, ഈ മുന്നണി രാഷ്ട്രീയമൊക്കെ പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയ നല്ല കാര്യവും സുഖകരമാണെന്ന് തോന്നുന്നെങ്കിലും വളരെ ദുഷ്കരമാണ്. അതായത് ഈ മുന്നണിയിൽ ഒരു ഘടകകക്ഷി കൂടി വരിക എന്ന് പറഞ്ഞാൽ വലിയ വലിയ പ്രശ്നങ്ങളാണ്. അത് കേരള കോൺഗ്രസ് ആണ് വരുന്നതെങ്കിൽ വൻ ദുരന്തങ്ങളുണ്ടാക്കും. PJ ജോസഫും KM മാണിയും കൂടെ രണ്ട് കേരള കോൺഗ്രസും ഘടകകക്ഷിയായി കോൺഗ്രസിൽ നിന്നപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഒന്നാകാൻ ശ്രമിച്ച സമയത്ത് ശ്രീ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞ ഒരു വാചകമുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന സർവ പ്രതിസന്ധികളും നിങ്ങളായിരിക്കും ഉത്തരവാദിത്വം, എനിക്കൊരു ഉത്തരവാദിത്വം കാണത്തില്ലെന്ന് അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും നമ്മൾക്ക് ഓർമ്മയുണ്ട്. കാരണം അത് ആ പാർട്ടിയുടെ ഒരു
ജന്മസിദ്ധമായ അതിൻ്റെ ജന്മം രൂപീകരണം തന്നെ അങ്ങനെയാണല്ലോ, ഒരു മര്യാദയ്ക്കുള്ള ഒരു രൂപീകരണം അല്ലല്ലോ. അപ്പോൾ ആ ജന്മസിദ്ധമായ അതിൻ്റെ ജനിതക സ്വഭാവം അതിൻ്റെ അവസാനം വരെ ഉണ്ടാകുമെന്നുള്ളത് ദീർഘവീക്ഷണത്തോടെ കണ്ടുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് മാത്രമല്ല, ആ ഒത്തുചേരലിന് വേറെ ഒരു ദുരുദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അത് പറ്റുമെങ്കിൽ കേരള കോൺഗ്രസ്സിന് ഒരു വർഷത്തേക്കെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ കിട്ടുക, അതും കൂടെ വെച്ചുകൊണ്ടാണ്, അല്ലാതെ നല്ല ഉദ്ദേശം വെച്ചുകൊണ്ടൊന്നുമല്ല. അത് അങ്ങനെ പോയി. ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മുന്നണിക്കകത്തുണ്ട്, 2 MLA-മാരെ ഉള്ളൂ അവർക്ക്. ഈ ജോസഫ് ഗ്രൂപ്പിനോടൊപ്പം ഇവരും കൂടി ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾക്ക് പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന പരിഗണന കിട്ടാതെ പോകുമെന്ന് അവർക്കുണ്ട്. ഈ വരാൻ പോകുന്ന മാണി ഗ്രൂപ്പുകാർക്കും നമ്മൾ 2ാം തരം പൗരന്മാരാകില്ലേ, മറ്റേവരല്ലേ ആദ്യമേ വന്നത് എന്നും ഉണ്ടാകും. ഇപ്പം നമ്മളൊരു മുന്നണി മാറി അല്ലെങ്കിൽ പുതിയ ഒരു പാർട്ടി രൂപീകരിച്ച് പോകുമ്പോൾ കൃത്യമായ കണക്കുകൂട്ടലിൽ പോകാൻ പറ്റില്ല. വരുന്നിടത്ത് വെച്ച് സ്വാധീനമുള്ളത് ഒരേ തട്ടകത്തിലുമാണ് ആണ്. കാരണം ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്, ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫും മാണിയും തമ്മിൽ നേർക്കുനേർ മത്സരിച്ചെടുത്ത് ഇവർ രണ്ടുപേരും ഒരിടത്ത് വരുമ്പോൾ ഇതിൽ പിന്നെ ആർക്ക് സീറ്റ് കൊടുക്കും? അതിന് പിന്നെ വേറെ ഒരു മത്സരം നടത്തേണ്ടി വരും, ഇതിൽ ആർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതൊക്കെ കൊണ്ടാണ് ഈ രണ്ട് പാർട്ടി വിഭാഗം നോക്കുമ്പോൾ പരസ്പരം ഏറ്റുമുട്ടിയെടുത്ത് വിജയിക്കാൻ കഴിഞ്ഞു. ഇനി അത് വിട്ടുകൊടുക്കേണ്ടി വരുമോ? ഇനി വിട്ടുകൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഇവർക്ക് തമ്മിൽ ഒരു ഉള്ളിലൊരു കിടമത്സരം വരും. നമുക്ക് കിട്ടുന്നതിൻ്റെ അത്രയും സീറ്റ് മറ്റവർക്ക് കിട്ടരുത്, അവർക്കൊരു MLA എങ്കിലും അധികം കിട്ടിയാൽ നമ്മൾ 3ാം സ്ഥാനത്തായി പോകും, അങ്ങനെയും വരും. അപ്പം ഫലത്തിൽ ചിലപ്പോൾ ഉദ്ദേശിച്ച പ്രയോജനം ഈ 2 കൂട്ടർക്കും ചിലപ്പം കിട്ടാതെയും വരും. അതൊക്കെ ഉണ്ട്. പക്ഷേ മുന്നണി രാഷ്ട്രീയത്തിൽ നമ്മൾ ഒരു പാർട്ടി മറ്റൊരു മുന്നണിയിലേക്ക് മാറിപ്പോകുമ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള നിലയിൽ പോകാനല്ലാതെ മുൻകൂട്ടി കണ്ടുകൊണ്ടൊന്നും പോകാനൊക്കില്ല. ചിലപ്പോൾ വൻ നേട്ടമാകും. പല തെരഞ്ഞെടുപ്പുകളിലും തോക്കാൻ പറ്റിയ സീറ്റ് കൊടുത്തെടുത്ത് ജയിച്ചിട്ടുണ്ട്. അത് ഭാഗ്യം നിർഭാഗ്യമാണ്. ഇവിടെ റോഷി അഗസ്റ്റിൻ വളരെ ബുദ്ധിപരമായി ഒരു കളി കളിച്ചു. അത് മറ്റൊന്നുമല്ല, അദ്ദേഹം മൈക്ക് വാങ്ങിച്ചിട്ട് അദ്ദേഹം പറയുകയാണ് ജോസ് കെ മാണി പാലായിൽ മത്സരിക്കും. എന്ത് മറുപടി പറയാൻ പറ്റും ജോസ് കെ മാണിക്ക്? ഇത് ഏതിന് തുല്യമാണെന്നും അറിയാം. നമ്മുടെ പണ്ട് ചിലരെ നിർവീര്യമാക്കാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ഇപ്പോഴും ഭാര്യയെ തല്ലുമോ? മറുപടി എന്താ? ഇല്ല എന്ന് പറഞ്ഞാൽ പണ്ട് തല്ലുമായിരുന്നു. തല്ലും എന്ന് പറഞ്ഞാൽ പണ്ടും തല്ലും ഇപ്പോഴും തല്ലും. ഏത് മറുപടി വന്നാലും ആ ആളിൻ്റെ വ്യക്തിത്വം പോകും. അതേപോലെ ഇവിടെ പാലായിൽ ജോസ് കെ മാണി മത്സരിക്കുമെന്ന് പറയുമ്പം മത്സരിക്കുമെന്നും പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റില്ല. ഒരു കാര്യം വ്യക്തമാണ്, പാലായിൽ ജോസ് കെ മാണി മത്സരിച്ചാൽ ജനം, മാണി സാറിൻ്റെ മകനൊക്കെയാണ്, വ്യക്തിപരമായി അദ്ദേഹത്തിന് പിന്തുണ കുറവാണ്. പരാജയപ്പെട്ടാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പിന്നെ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നതെങ്കിൽ അത് അദ്ദേഹം ചെയ്യുമെന്ന് തോന്നുന്നില്ല, അതിൻ്റെ ആവശ്യവും വരികയില്ല. UDFിലേക്ക് വരികയാണെങ്കിൽ മാത്രമാണ് ഈ വിഷയം. UDFിലേക്ക് വന്നാലും ജോസ് കെ മാണി പാലായിൽ മത്സരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഒരു കടുങ്കൈ അല്ലെങ്കിൽ ഒരു സാഹസം അദ്ദേഹം ഒരിക്കലും ചെയ്യുമെന്ന് തോന്നുന്നില്ല. റോഷി അഗസ്റ്റിൻ LDFിൽ തന്നെ കേരള കോൺഗ്രസിനെ നിർത്താൻ തന്ത്രപരമായി, രാഷ്ട്രീയത്തിൽ തന്ത്രങ്ങളും ടൈമിംഗ് എന്നൊക്കെ നമ്മൾ പറയും, ആ സമയത്ത് ആ മൈക്കെടുത്ത് അങ്ങനെ പറയാതെ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ പ്രസൻസിൽ അവിടെ വെച്ച് തന്നെ പറഞ്ഞത് ഒരു വല്ലാത്ത ഒരു അവസ്ഥയിൽ ജോസ് കെ മാണിയെ കൊണ്ടുവന്ന് എത്തിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അവിടെ സ്ഥാനാർത്ഥിയാക്കാം എന്ന് പറഞ്ഞപ്പോൾ അവരത് ഇല്ല, ഞാൻ മത്സരത്തിന് ഇല്ല എന്നാണ് പറഞ്ഞ് നിർത്തിയിരിക്കുന്നത്. പിന്നെ നമ്മൾ നർമ്മത്തിൽ പറയുകയാണെങ്കിൽ പാല എപ്പോഴും മാണി തന്നെ ജയിക്കത്തുള്ളൂ. അത് KM മാണി ജീവിച്ചിരുന്നാലും മരിച്ചാലും മാണി കാപ്പനാണല്ലോ, അതിലും മാണിയുണ്ടല്ലോ. അപ്പം മാണി തന്നെ ആയിരിക്കും ഇത്തവണയും. പാലായിൽ റിസൾട്ട് വരുമ്പോൾ മാണി തന്നെ ആയിരിക്കും വീണ്ടും ജയിക്കുന്നതെന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറഞ്ഞു വെക്കാം, മുന്നണി മാറ്റം ഉണ്ടായാലും ഇല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.